മുഖ്യമന്ത്രിയെ അറിയാൻ ദില്ലിയിലേക്ക് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം അത്രയും. കേരളത്തിൽ നിന്നുള്ള നേതാക്കളുമായി ഹൈക്കമാൻഡ് ഇന്ന് നിർണായകമായ ചർച്ച നടത്തുകയാണ്. നേതാക്കൾ ഇന്നലെ ദില്ലിയിലെത്തിയപ്പോൾ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. വി.ഡി. സതീശന് കേരള ഹൌസിൽ വൻ സ്വീകരണമാണ് ജെൻസി പ്രവർത്തകർ ഒരുക്കിയത്. തുടർന്ന് രമേശ് ചെന്നിത്തല കേരള ഹൌസിൽ എത്താതെ താമസം മറ്റൊരിടത്തേക്ക് മാറ്റി. അതേസമയം കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫിന് നേരെ വി.ഡി. സതീശന് അനുകൂലിച്ച എം.എസ്.എഫ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ ബാക്കി പിന്നെ കാണാമെന്നായിരുന്നു എം.എസ്.എഫ് പ്രവർത്തകരുടെ പ്രതികരണം. ജനവികാരം മാനിച്ചു ഹൈക്കമാൻഡ് തീരുമാനമെടുക്കണമെന്ന് കെ.പി. നൌഷാദ് അലിയും പറഞ്ഞു. വെറും എം.എൽ.എമാരുടെ കണക്കിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാതെ ജനവികാരം കൂടി കണക്കിലാക്കണമെന്ന് ഇന്നലെ തന്നെ ഘടകകക്ഷികളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജനവികാരം തീർച്ചയായും മാനിക്കണം. കാരണം ജനങ്ങളാണ് എം.എൽ.എമാരെ വോട്ട് ചെയ്ത് അയച്ചിട്ടുള്ളത്. വി.ഡി. കേരളത്തിൽ ഇത്രയും വിഷണറിയായ വേറെ ലീഡർ ഇപ്പം ഇല്ല. കാരണം ജെൻസിയും അതുപോലെ ബാക്കിയുള്ള ആൾക്കാരും വി.ഡിക്ക് വേണ്ടി ഇപ്പം തന്നെ തെരുവുകളിൽ മുറവിളി കൂട്ടി തുടങ്ങി. കാരണം വി.ഡിയെ പോലൊരു നേതാവ് വന്ന കേരളത്തിന്റെ ഗതി തന്നെ നമുക്ക് മാറ്റാൻ പറ്റും എല്ലാ രീതിക്കും. കാര്യങ്ങളൊക്കെ ശുഭകരമായിട്ട് പര്യവസാനിക്കുമെന്നാണ് കരുതുന്നത്. എല്ലാ കാര്യങ്ങളും വലിയൊരു ജനവിധി കേരളത്തിൽ UDF-നുണ്ടായി. അതിൻ്റെ ഒരു ഉത്തരവാദിത്വം വളരെ കൃത്യമായിട്ട് UDF നിറവേറ്റേണ്ടതുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ശുഭകരമായിട്ട് താമസം വിന പൂർത്തിയാവുമെന്ന് ആണല്ലോ നമ്മളൊക്കെ കരുതുന്നത്. തീർച്ചയായിട്ടും അതങ്ങനെ നമ്മൾ മുമ്പ് കണ്ടുവരാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും പിടിവിട്ട് പോകാതെ കാര്യങ്ങളൊക്കെ ശുഭകരമായിട്ട് പര്യവസാനിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം ഇതിന് വോട്ട് ചെയ്ത ഒരു ദശലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അപ്പം എല്ലാ വികാരങ്ങളും ചേർന്നാണല്ലോ നമ്മൾ ഒരു രാഷ്ട്രീയത്തിലൊരു തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് പോവുക അല്ലെങ്കിൽ മാനദണ്ഡമാക്കുക. നോബിൾ മാരിക്കാരി നൽകും വിശദാംശങ്ങൾ. നോബിളും ടി.വി. പ്രസാദുമാണ് ചേരുന്നത്. ആദ്യം നോബിളിലേക്ക്. നോബിൾ, വലിയ കേരള മുഖ്യമന്ത്രി ആരെന്നറിയാൻ രാജ്യതലസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ ചർച്ചകളും കരുനീക്കങ്ങളൊക്കെ ഈ ദിവസങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാ കേരള ഹൌസിന് പുറത്ത് ജെൻസിയുടെ പ്രതിഷേധം, അതൊക്കെ കൃത്യമായ സൂചനകൾ നൽകുന്നുണ്ട്. പോസ്റ്റർ യുദ്ധം അടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കമാൻഡിന് കൃത്യമായ സൂചനകൾ നൽകുന്നുണ്ട്. പക്ഷേ ഈ പോസ്റ്റർ, ഈ തെരുവുകളിലെ പോസ്റ്ററും ഈ ജെൻസി പ്രതിഷേധമൊന്നും അല്ലല്ലോ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്ന നേതാക്കളുടെ കൃത്യമായ പ്രതികരണവും കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള തുടർ നീക്കങ്ങൾ? എപ്പോൾ അറിയാം കേരള മുഖ്യമന്ത്രി ആര് എന്നുള്ളത്? നോബിൾ. കീർത്തന ഷിഹാസ്, വെരി ഗുഡ് മോർണിംഗ്. കേരളത്തെ സംബന്ധിച്ച് ആരായിരിക്കും പുതിയ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ദില്ലിയിൽ തീരുമാനം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എത്രയും വേഗം ചർച്ചകൾ പൂർത്തിയാക്കുക എന്ന് തന്നെയാണ് ഹൈക്കമാൻഡിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. നിലവിൽ 3 നേതാക്കൾ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ, ഈ 3 നേതാക്കളാണ് നിലവിൽ മത്സരരംഗത്ത് ഉള്ളത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 3 പേർക്കും അവരുടേതായ ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണെങ്കിൽ ജനവികാരം അദ്ദേഹത്തിന് പൂർണ്ണമായും അനുകൂലമായി നിൽക്കുന്ന സമയമാണ്. വലിയ തരത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യുവാക്കളാകട്ടെ അല്ലെങ്കിൽ പ്രായഭേദമന്യേ എല്ലാവരും തെരുവിൽ വലിയ പ്രതിഷേധങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങുന്ന സാഹചര്യം. രമേശ് ചെന്നിത്തലയ്ക്കാണെങ്കിൽ ഇക്കൂട്ടത്തിൽ ഏറ്റവും സീനിയർ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. ഭരണമേഖലയിൽ മികച്ച പരിചയമുണ്ട്. പാർട്ടി സംവിധാനത്തിലാണെങ്കിലും സീനിയോറിറ്റി രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ച് നിലവിലുള്ള 63 MLA-മാരിൽ ഭൂരിഭാഗം MLA-മാരുടെയും പിന്തുണ കെ.സി. വേണുഗോപാലിനാണ്. അത്തരത്തിൽ ഹൈക്കമാൻഡിലും അദ്ദേഹത്തിന് ശക്തമായ നിലപാടുകൾ, ബന്ധങ്ങൾ ഉണ്ട്. എന്താണെങ്കിലും 3 നേതാക്കളും മുഖ്യമന്ത്രി പദത്തിലേക്ക് അത്ര കൃത്യമായി തന്നെ യോഗ്യരാണ് എന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ അപ്പോഴും ഒരാൾക്ക് മാത്രമാണ് മുഖ്യമന്ത്രി സ്ഥാനം നൽകാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി സജീവമായി തന്നെ നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി എടുക്കുന്ന തീരുമാനം ഇക്കാര്യത്തിൽ ഏറെ നിർണായകമാകും. കാരണം കെ.സി. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അതിനു മുന്നിൽ വെല്ലുവിളികളായി ഉണ്ട്. അതിലൊന്ന് ഉപതെരഞ്ഞെടുപ്പാണ്, മറ്റൊന്ന് ഈ പറഞ്ഞ സംഘടനാ ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് പുതിയ ആളെ കണ്ടെത്തേണ്ടി വരും. അത്തരത്തിൽ പല പ്രതിസന്ധികൾ ദേശീയ തലത്തിലടക്കമുണ്ട്. അതുകൊണ്ട് കൃത്യമായി തന്നെ പരിശോധിച്ചു വരികയാണ്. അതേസമയം രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന് കൃത്യമായ ഭരണപരിചയം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും MLA-മാരുടെ പിന്തുണ ഇല്ല, പിന്തുണ കുറവാണ് എന്നത് ഒരു ഘടകം. ഇതേ പ്രശ്നം വി.ഡി. സതീശനെയും അലട്ടുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം, പ്രത്യേകിച്ച് കഴിഞ്ഞ രാത്രി ദില്ലിയിൽ ഉണ്ടായ സംഭവവികാസങ്ങൾ, പ്രത്യേകിച്ച് പറഞ്ഞ വലിയ സ്വീകരണങ്ങൾ, അതോടൊപ്പം തന്നെ കെ.പി.സി. അധ്യക്ഷന്റെ മേലുള്ള ഭീഷണി അടക്കമുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായും ഈ തീരുമാനത്തിൽ പ്രതിഫലിക്കും എന്ന് ഒരു സംശയവും വേണ്ട. കേരളത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, അല്ലെങ്കിൽ ഇന്നലെ കെ.സി. വേണുഗോപാലിന്റെ ഫ്ലെക്സുകൾ കീറുന്ന സാഹചര്യം, അത്തരത്തിൽ വലിയ ശക്തിപ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ശക്തിപ്രകടനങ്ങളും ഇത്തരത്തിലുള്ള പൊതുവായ അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ പൂർണ്ണമായും ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരമായിരുന്നു കെ.പി.സി.സി വിലക്കിയത്. ഇത് ലംഘിച്ചുകൊണ്ട് നടത്തുന്ന ഓരോ പരിപാടിയെയും, ഓരോ
മാർച്ചുകളെയും ഒക്കെ ഒരു വെല്ലുവിളിയായി തന്നെയാണ്, സമ്മർദ്ദതന്ത്രമാണെങ്കിൽ പോലും അതിനെ വെല്ലുവിളിയായി തന്നെ ഹൈക്കമാൻഡ് കാണുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതൊക്കെ വി ഡി സതീശന് ഏത് തരത്തിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഓട്ടത്തിൽ പ്രതിഫലിക്കുക എന്നൊക്കെ വലിയ ചോദ്യമാണ്. എന്താണെങ്കിലും മൂന്ന് നേതാക്കളും മുഖ്യമന്ത്രി പദവിയിലേക്ക് യോഗ്യരാണ്. ഒരു സമവായ ഫോർമുല വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ എംഎൽഎമാരുടെ പിന്തുണ നോക്കിയാണ് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതെങ്കിൽ കെ സി വേണുഗോപാൽ, പ്രത്യേകിച്ച് ഹൈക്കമാൻഡോട് പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കും. അതേസമയം ഭരണപരിചയമാണ് നോക്കുന്നതെങ്കിൽ രമേശ് ചെന്നിത്തല, അതേസമയം ജനവികാരമാണ് നോക്കുന്നതെങ്കിൽ വി ഡി സതീശൻ. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കോംപ്രമൈസ് സ്ഥാനാർത്ഥിയായി രമേശ് ചെന്നിത്തലയുള്ള സാധ്യതയൊക്കെ തള്ളിക്കളയാൻ നമുക്ക് ഈ ഘട്ടത്തിൽ എന്താണെങ്കിലും കഴിയുകയുമില്ല. ഇനിയിപ്പോൾ വിശദമായ ചർച്ചകളാണ്. ഇന്നിപ്പോൾ KPCC അധ്യക്ഷനും ഈ പറഞ്ഞ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ദില്ലിയിൽ ഉണ്ട്. ഇന്ന് വൈകുന്നേരത്തോടെ ചർച്ചകൾ വേഗത്തിലാകും. ഇന്ന് രാവിലെയും ചർച്ചകൾ ഉണ്ടാകും, പക്ഷേ വൈകുന്നേരമായിരിക്കും പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുക എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കാരണം മറ്റു ചില ചർച്ചകളും കൂടിക്കാഴ്ചകളൊക്കെ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെക്കും ഇന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷമായിരിക്കും വിശദമായ ചർച്ചകളിലേക്ക് എന്താണെങ്കിലും കടക്കുക. ഇന്നലെ തീരുമാനത്തിലേക്ക് പോകണം. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് മടങ്ങിയെത്തിയ കേന്ദ്ര നിരീക്ഷകരായ അജയ് മാക്കനും അതോടൊപ്പം തന്നെ മുകുൾ വാസ്നിക്കും ഇവിടെ സാഹചര്യം അറിയിച്ചിരിക്കുന്നത് സങ്കീർണമാണ് എന്നുള്ളതാണ്. കാരണം തീരുമാനം വൈകിപ്പിക്കുന്ന ഓരോ നിമിഷവും വലിയ തരത്തിൽ പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ശക്തിപ്രകടനങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മൊത്തത്തിലുള്ള ജനവികാരത്തെ വലിയ തരത്തിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട്. അത് തിരിച്ചടിയാകാനുള്ള സാധ്യത അടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിജയത്തിന്റെ ശോഭ നഷ്ടപ്പെടാതിരിക്കാൻ എത്രയും വേഗം മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിലേക്ക് ചർച്ചകൾ പൂർത്തിയാക്കി പോകണം എന്ന് തന്നെയാണ് കേന്ദ്ര നിരീക്ഷകർ മല്ലികാർജ്ജുൻ ഖാർഗെ കൃത്യമായി തന്നെ ധരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ആ അടിസ്ഥാനത്തിൽ തന്നെ ചർച്ചകൾ എത്രയും വേഗം തീർക്കുക. എന്താണെങ്കിലും നാളെ മുഖ്യമന്ത്രി ഉണ്ടാകും. ഒരുപക്ഷെ ഇന്ന് പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ നാളെ മുഖ്യമന്ത്രി ഉണ്ടാകും എന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ നിലപാട് സ്വീകരിക്കുന്നത്. കെ സി വേണുഗോപാലിന്റെ കേരളത്തിലേക്ക് പോകണമെങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ അനുവാദം കൂടി വേണ്ടിവരും എന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പിന്നെ കെ സി വേണുഗോപാലിനെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ കേരളത്തിലേക്ക് അയക്കുകയാണെങ്കിൽ അത് ഹൈക്കമാൻഡിന്റെ ഒരു നിലപാടായി അല്ലെങ്കിൽ സമ്മർദ്ദമായി വരരുത്, അത്തരത്തിൽ ഒരു അടിച്ചേൽപ്പിക്കലാകരുത് എന്നൊരു നിലപാട് ഹൈക്കമാൻഡുണ്ട്. അതുകൊണ്ട് കൃത്യമായി തന്നെ ചർച്ചകൾ പൂർത്തിയാക്കി നേതാക്കളെ കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിച്ച് ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ ഒരു സമവായ ഫോർമുല ഈ മൂന്ന് നേതാക്കൾക്ക് മുന്നിലും വെച്ചുകൊണ്ട് ഒരു സമവായം ഉണ്ടാക്കി ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ എന്താണെങ്കിലും ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഈ പറഞ്ഞ മൂന്ന് പേർ, ഈ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ഒഴികെ നാലാമതൊരാൾ എന്താണെങ്കിലും ഇപ്പോൾ ഈ പോസ്റ്റിലേക്ക് നിലവിൽ ചിത്രത്തിൽ ഇല്ല. അങ്ങനെ ഒരാൾ വരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഈ പറഞ്ഞ മൂന്ന് പേരിൽ ആരാകും മുഖ്യമന്ത്രി എന്നത് എന്താണെങ്കിലും നമുക്ക് സമവായം എന്തായിരിക്കും, അത് എങ്ങനെയായിരിക്കും ഹൈക്കമാൻഡ് തീരുമാനം, അതാണ് കാത്തിരിക്കുന്നത്. ഇന്നോ നാളെ ഉറപ്പായും ആ ഒരു തീരുമാനം ഉണ്ടാകും. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണെന്നുള്ളത് നാളെ അറിയാൻ കഴിയും. ഇപ്പോൾ നോബിൾ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് നേതാക്കന്മാരും ആരാണ് ഇപ്പോൾ ചിത്രത്തിലുള്ളത്, മൂന്ന് പേർക്കും അവരവരുടേതായ യോഗ്യതകളുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രസാദിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. പ്രസാദേ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ മൂന്ന് നേതാക്കളും, ഈ പറഞ്ഞ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ദില്ലിയിലുണ്ട്. ഇവരെന്തൊക്കെയായിരിക്കാം ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക? അതിനേക്കാൾ ഉപരി കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന ആ ഒരു വലിയൊരു പ്രതിഷേധം, തിരുവനന്തപുരം ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല ഇത്രയും ജനങ്ങൾ തിങ്ങി നിറഞ്ഞൊരു കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം. അപ്പോൾ എല്ലാവരും തെരുവിലാണ്, അണികളെല്ലാം തെരുവിലാണ്, പോസ്റ്റർ യുദ്ധം നടക്കുന്നുണ്ട്, പലതരത്തിലുള്ള നീക്കങ്ങൾ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇന്നും ഇതൊക്കെ പ്രതീക്ഷിക്കണോ? ഇനി ഏതെങ്കിലും കാരണവശാൽ തങ്ങൾക്കെതിരായിട്ടുള്ളൊരു നിലപാടാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നതെങ്കിൽ മറ്റ് രണ്ട് നേതാക്കൾ ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവർ പിന്നീട് സ്വീകരിക്കുന്ന നിലപാടും ഏറെ നിർണായകമായിരിക്കും അല്ലേ പ്രസാദ്? ഗുഡ് മോർണിംഗ് ഷിഹാസ്. കീർത്തന പറഞ്ഞതുപോലെ കോൺഗ്രസിലെ പ്രതിസന്ധി അതിരൂക്ഷമാണ്. ആരെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കും എന്നതിലാണ് തർക്കം. പ്രതിസന്ധി ഇത്രയും രൂക്ഷമായിട്ടും മൂന്ന് പേരിൽ ആരും താൻ ഈ പറയുന്ന മുഖ്യമന്ത്രി പോരിലേക്കില്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തിയതുമില്ല. അതിനർത്ഥം മൂന്നുപേരും അതിശക്തമായ പോരാട്ടത്തിൽ തന്നെയാണ്. അവരെ പിന്തുണയ്ക്കുന്നവർ കഴിഞ്ഞ ദിവസം തെരുവിലേക്ക് ഇറങ്ങിത്തുടങ്ങി. മറ്റു ബാക്കിയുള്ളവർ ചെയ്യാൻ കഴിയുന്നതെല്ലാം മൂന്ന് പേർക്ക് വേണ്ടിയും ചെയ്യുന്നുണ്ട്. മൂന്ന് തരത്തിലാണ് ഇതിനെ നമുക്ക് കാണേണ്ടത്. നേരത്തെ ഷിഹാസ് പറഞ്ഞതുപോലെ മൂന്ന് പേർക്കും അവരുടേതായ യോഗ്യതകളുണ്ട്. കോൺഗ്രസ് ഏറ്റവും പ്രധാനമായി പരിഗണിക്കുന്ന MLA-മാരുടെ പിന്തുണ, ആകെ 63 കോൺഗ്രസ് MLA-മാരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അതിൽ 40-നും 45-നും ഇടയിൽ ഉള്ള ആളുകളുടെ പിന്തുണ, ഒരുപക്ഷെ 45-ൽ മുകളിൽ ഉള്ള ആളുകളുടെ പിന്തുണ കെ സി വേണുഗോപാലിനുണ്ട് എന്നുള്ളതാണ്. അതായത് ബഹുഭൂരിപക്ഷം വരുന്ന MLA-മാരുടെ പിന്തുണ കെ സി വേണുഗോപാലിനുണ്ട്. അതോടൊപ്പം രമേശ് ചെന്നിത്തലയ്ക്കാണെങ്കിൽ ഏതാണ്ട് 20-25 പേരുടെ പിന്തുണയുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നെങ്കിൽ പോലും രണ്ടാമത് പിന്തുണയുള്ളയാൾ രമേശ് ചെന്നിത്തലയാണ്. പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് പാർട്ടിയിൽ സീനിയോറിറ്റി ഉണ്ട്. വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം MLA-മാരുടെ പിന്തുണ ഇല്ലെങ്കിൽ പോലും ഘടകകക്ഷികളുടെ പൂർണ്ണമായ പിന്തുണയുണ്ട്. ഒപ്പം ജനവികാരവും പൂർണ്ണമായും വി ഡി സതീശന് അനുകൂലമായാണ് നിൽക്കുന്നത്. വി ഡി സതീശന് മുഖ്യമന്ത്രിയാക്കിയില്ല എങ്കിൽ അതിശക്തമായ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് ഇന്നലെ തിരുവനന്തപുരം അടക്കം നൽകിക്കഴിഞ്ഞു എന്നുള്ളതാണ്. സാധാരണ നിലയിൽ തിരുവനന്തപുരത്ത് കോൺഗ്രസിന് ഇങ്ങനൊരു പ്രകടനം നടക്കണമെങ്കിൽ ഒരുപാട് കാലത്തെ മുന്നൊരുക്കമെല്ലാം വേണ്ടിവരും. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിരവധി ആളുകളാണ് പ്രത്യേകിച്ച് വലിയ ഒരുപാട് കാലത്തെ മുന്നൊരുക്കമൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തിരുവനന്തപുരം നഗരത്തിൽ സംഘടിച്ചത്. അത് മറ്റൊരു പ്രശ്നമായി കോൺഗ്രസ് നേതൃത്വം കാണുന്നുണ്ട്. അച്ചടക്കം ലംഘിച്ചു
ലംഘിച്ചു എന്നൊക്കെ കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധങ്ങൾ എല്ലാം നടക്കുന്നത്. ഈ 3 സാധ്യതകളാണ് ഏറ്റവും പ്രധാനമായുള്ളത്. ഇനിയിപ്പോൾ കെ സി വേണുഗോപാലിനെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നിടത്ത് തോൽപ്പിക്കും എന്നതടക്കമുള്ള പ്രചാരണങ്ങളാണ് വി ഡി അനുയായികൾ ഉയർത്തുന്നത്. അത് വലിയ കാര്യമായി ഉയർന്നു വരികയും ചെയ്യുന്നു. ഇനിയിപ്പോൾ കേരളത്തിൽ ഈ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് പോണ്ട എന്ന് പറഞ്ഞ് ഹൈക്കമാൻഡ് കെ സി വേണുഗോപാലിനോട് മാറി നിൽക്കാൻ പറഞ്ഞാൽ മാത്രമേ അങ്ങനെയൊരു സാധ്യതയുള്ളൂ. അങ്ങനെയൊരു സാധ്യത ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതല്ലെങ്കിൽ കെ സി വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രിയാവും. ഇനി അതല്ല, കെ സി വേണുഗോപാൽ മാറി നിൽക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി രമേശ് ചെന്നിത്തലയുടെ പേര് ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് എന്ന നിലയിൽ വരാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ വി ഡി സതീശന്റെ സാധ്യത ഇല്ലാതാകും. നിലവിൽ കോൺഗ്രസിലെ പ്രതിസന്ധി അതിരൂക്ഷമാണ്. ആരാണ് എന്ന് എങ്ങനെ തീരുമാനിക്കുമെന്ന ആശങ്കയിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. സംസ്ഥാനത്തെ വികാരം പൂർണ്ണമായി ഇവിടെ എത്തിയ നിരീക്ഷകർ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുമുണ്ട്. ഷിഹാസ്. ശരി, ടി വി പ്രസാദ് പറഞ്ഞ പോലെ തന്നെ ഹൈക്കമാൻഡ് വലിയ അലോസരം അവർക്കുണ്ടാക്കുന്നുണ്ട്. കാരണം തെരുവിലേക്ക് ഇറങ്ങിയുള്ള ഇത്തരത്തിലൊരു പ്രതിഷേധം 102 സീറ്റ് നേടിയുള്ള UDF നേടിയൊരു വലിയ വിജയത്തിന്റെ തന്നെ ശോഭ കെടുത്തുന്നതായ ഹൈക്കമാൻഡ് കരുതുന്നുണ്ട്. അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, KPCC മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പക്ഷേ ഈ 3 നേതാക്കളുടെയും പ്രിയപ്പെട്ട അണികൾ ഇതൊന്നും കാര്യമാക്കുന്നില്ല. അവർ പലതരത്തിൽ തെരുവിലേക്ക് ഇറങ്ങിപ്പോലും സമരങ്ങൾ നടത്തുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള ഈ തെരുവ് പോരിൽ കടുത്ത അതൃപ്തി ഹൈക്കമാൻഡിനുണ്ട്. നിർദ്ദേശം മറികടന്നുകൊണ്ട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചവർക്കെതിരെ പാർട്ടി അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും അറിയുന്നു. അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിലെ വി ഡി സതീശന്റെ ഫ്ലക്സിന് മുകളിൽ പോസ്റ്റർ